ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പെൺകുട്ടി സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിനോട് ഒളിച്ചോടിയ ഒരു വീഡിയോ. അത് ലൈവിൽ വന്ന് എൻ്റെ ചേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല, മറ്റേതാ മറിച്ചതാ, എനിക്ക് ചേട്ടനില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇപ്പൊ ഇതാ ആ കുട്ടിക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ചേട്ടൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ കാമുകി ഉപേക്ഷിച്ച് പോയി. ഇപ്പം ചേട്ടൻ്റെ ഭാര്യയും മക്കളെയും വേണം. ചേട്ടൻ പോയേക്കോ. ഇപ്പം പെൺകുട്ടിയുടെ നില വളരെയധികം ബുദ്ധിമുട്ടിലായി. വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട അവളെ. ഇപ്പം എന്ത് ചെയ്യും? ഈ ചേട്ടൻ ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് ഒരു ലൈവ് വീഡിയോ നമ്മൾ കണ്ടല്ലോ, അതുപോലെ വേറൊരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു. അതിലൊരു ചെറിയ ക്ലിപ്പിംഗ് കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഇവളുടെ ധൈര്യമൊക്കെ പോകുന്നൂടെ കണ്ടിട്ട് വരാം. ഞങ്ങൾ ശമ്പളമൊക്കെ കൊണ്ട് ശമ്പളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്നും ശമ്പളം കിട്ടി ഇനി ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ച് ലക്ഷം ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കുന്നത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് 22 വയസ്സായിട്ട് ജീവിക്കാം, എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. അല്ലെങ്കിൽ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്, ഞങ്ങൾ അന്വേഷിച്ച് വിളിച്ചിട്ട് ഇനി ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ ആരും ഞങ്ങൾ അന്വേഷിക്കാതെ വിളിക്കാനേ വരും. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ചാല് ഞാൻ ഏട്ടനിലേക്ക് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതൊക്കെ ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ കണ്ടാൻ കണ്ട് പിടിച്ച് വെക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ, ഒരു ക്ലിപ്പിംഗ് കൂടെ ഉണ്ട്. കാര്യം അതിന് മുമ്പായിട്ട് ചെറിയ 2 ഒരു ഓഡിയോ ക്ലിപ്പിംഗ് കൂടെ ഉണ്ട്. അതായത് ചേട്ടൻ കാമുകിയെ ഉപേക്ഷിച്ച് പോയ അവസ്ഥ. ഇവക്കിതല്ലാതെ പിന്നെ എന്താ വരാൻ ചാൻസ്? ഇത്രയും വർഷം കൂടെ താമസിച്ച ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഇവളെ വിളിച്ചപ്പോൾ ഇവളുടെ കൂടെ വന്നു ഇവൻ. അങ്ങനെയാണെങ്കിൽ ഇവളെക്കാട്ടി വേറൊരുത്തിയെ കാണുമ്പോഴത്തേന് അവൻ അവളുടെ കൂടെയും പോകും. അത് സർവ്വസാധാരണമാണ്. 19 വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ്, 22 വയസ്സുണ്ട്. 3 വർഷം കൊണ്ട് ഞങ്ങളങ്ങ് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു പോയി. ഇനി ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. അതാണ്ട് ഇപ്പോൾ അവൾ ആ മതം മാറി മുസ്ലിമിൽ ചേരാൻ പോവുകയാണ് പോലും, ഇസ്ലാം മതത്തിലോട്ട് ചേരാൻ പോകുന്നു. അങ്ങോട്ട് വിളിക്കുന്നു, ചെല്ലുന്നുണ്ട്, വാ മുളഞ്ഞ് കയറാന്ന് പറയും. ഇവരെയൊക്കെ എന്ത് പറയണം? നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. അവള് എവിടാ പോയിട്ട് വരുന്നത് നോക്കിയിട്ട് വരാം. പിന്നെ ഏട്ടനില്ലാണ്ട് എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളി കളിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകും. ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. അത് മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ ഫോണിന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനേ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞാൻ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഈ വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനെ പിടിക്കാനേ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയതിന് ഇഷ്ടമാണ്. എനിക്ക് 22 വയസ്സിൽ അതൊക്കെയാണ് പറയണത്. ആരും പിടിച്ചാലും അന്വേഷിക്കാൻ വന്നാലും ശരി, അപ്പൊ ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും ഒളിച്ചോട്ടം ഫെയിൽഡായി പോയി ഒന്നും പറയണ്ട. പ്രതീക്ഷിച്ച കണക്കൊന്നും പറ്റിയില്ല കേട്ടോ. ചേട്ടനോട്ട് കറങ്ങി അടിച്ച് നടക്കണമെന്നും ചേട്ടനെ സ്വന്തമാക്കണമെന്നും ഇത് ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു. ചേച്ചി ഞാൻ ചേട്ടനെ പിടിച്ചൊന്നും വെക്കത്തില്ല, ചേച്ചിക്ക് എപ്പോൾ ചേട്ടനെ കാണുമെങ്കിൽ അപ്പോഴും ഞാൻ ചേട്ടനെ വിട്ടിരിച്ചു. ചേട്ടൻ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് ചെയ്ത സാധനമാണ്. അത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തരത്തെ ഇങ്ങോട്ട് വാടകയ്ക്ക് തരാം, തിരിച്ച് ഞാൻ തരണം. എന്തോ പറയണേ ഇവളെയൊക്കെ. അല്ല, ഇവർക്ക് ഈ വിധി വന്നില്ലെങ്കിലുള്ള അതിശയം. അത് ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് കേട്ടോ. ഞാനും നിങ്ങളും എല്ലാം ഒരേപോലെ പ്രതീക്ഷിച്ചിരുന്നു ഇവർക്ക് എന്തായാലും ഇങ്ങനൊരു വിധി തരായിരിക്കും വരുന്നതെന്ന്. പക്ഷേ 1 മാസമൊക്കെ ഇത് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു ദിവസമേ മുന്നോട്ട് പോയുള്ളൂ. അതാണ് പ്രശ്നം.
ഇനി ചേട്ടന് അബദ്ധം പറ്റിയതാണോ, ചേട്ടന് മനസ്സിലായി ചേട്ടൻ ഒഴിഞ്ഞാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അതും കൂടെ കേട്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയത്തില്ല, സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരു ദുഃഖമാണ് വരണ്ടേ അല്ലേ. കണ്ടുപിടിച്ചോടി പോയിട്ട് ആ പെണ്ണിനെ ഉപേക്ഷിച്ച് കാമുകൻ തിരിച്ചു പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ് വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇതിനെതിരെ പരിഹസിച്ചാണ് വീഡിയോസ് ഇട്ടേക്കുന്നത്. അത്രയ്ക്ക് പരിഹസിച്ചാൽ ഇവള് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, ആ ലൈവ് വീഡിയോയിൽ അവൾ കാണിച്ച കാര്യങ്ങൾ, ഇവളൊക്കെ അതിൽ വന്ന കമന്റുകളൊക്കെ കാണണം. ഓരോ എനിക്കെല്ലാം കുറച്ച് റിയാക്ഷൻ വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്തൊക്കെ വന്ന കമന്റുകളൊക്കെ ഒന്ന് കാണണം. ഇവക്ക് എന്തിൻ്റെ ടു ഇത് ചെയ്തേക്കുവാണ്. അതൊന്നും നമുക്ക് പുറത്ത് പറഞ്ഞുകൂടാ. അതേപോലുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഇവളെക്കുറിച്ച് പുറത്ത് വന്നത്. എന്തായാലും ഇവൾ അർഹിക്കുന്നതാണ്, കുഴപ്പമില്ല. അത് പോട്ടെ. എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പൂടെ കേട്ടിട്ട് വരാം. രണ്ടാളും തിരിച്ചു വന്നത് അതിൽ പൈസ ഇട്ട് എന്റെ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരവിടെ നിൽക്കാണ്ടൊക്കെ ഒരു ബസ്സും വിളിച്ച് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക്. വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു ഓളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു ഓളെ അച്ഛന് വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു. അവരിട്ടിട്ട് പോയി, ആ ചെക്കിട്ടിട്ട് പോയി, ചേച്ചി ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോ അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പൊ അവള് പറയും ഞാൻ മുസ്ലിം ആവുന്നു. എന്തായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. ചേച്ചിയുടെ ഭർത്താവിനോട് ഒളിച്ചോടി താമസിച്ചു, പിറ്റേ ദിവസം ബന്ധുവിനു. ഇതെന്തായാലും ലീഗലി നിൽക്കുന്ന സംഭവം അല്ല, ഓക്കെ, അത് അവനറിയായിരുന്നു. എന്നിട്ട് പക്ഷെ ഇവന്റെയൊക്കെ ഒരു ധൈര്യം, ആ ലൈവിൽ വന്നിട്ട് ആ രീതിയിലുള്ള കോപ്രായം കാണിക്കാനുള്ള ഒരു ലൈവിൽ വന്നിട്ട് ചെയ്യാനുള്ളൊരു അന്തസ്സ് പോലെ കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് എല്ലാവരുടെ മനസ്സിൽ ഇവരുടെ ഇത്രയും വെറുപ്പുണ്ടാക്കിയത്. ഈ പറയുന്ന പോലെ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് സ്നേഹം തോന്നി, ഓക്കെ, അതൊക്കെ സംഭവിച്ചല്ലോ. പക്ഷെ എന്നാൽ ഇത്രയും പരസ്യമായിട്ട് ഇതിനെ കാണിക്കാനുള്ള അവരുടെ ധൈര്യം പ്രശംസനീയം തന്നെ. എന്തായാലും പ്രശംസിച്ച് ഇപ്പം അനിയത്തിക്ക് എങ്ങും പോകാൻ ഇടമില്ലാതായി. വീട്ടിലോട്ടും പോകാൻ പറ്റത്തില്ല, നാട്ടിലോട്ടും പോകാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പം എവിടെയോ അനാഥാലയത്തിൽ കൊണ്ടാക്കാനോ ഞാൻ ഇനി ഇസ്ലാം മതം സ്വീകരിക്കുവാണെന്നൊക്കെ ആശാട്ടി പറയുന്നത്. ഇനി അവിടെയും കൂടെ കുളം തോണ്ടിയാലേ പറ്റത്തുള്ളൂ. ഇവള് ഏത് അനാഥാലയത്തിൽ കൊണ്ടാക്കും? 22 വയസ്സുണ്ട് അവൾക്ക്. ഇവള് അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയാണോ? അവളുടെ കയ്യിലിരിപ്പോണ്ട് അഹങ്കാരം കാണിച്ച് പോയിട്ട് അവൾ തിരിച്ചു വരുമ്പോഴത്തേന് എല്ലാവരും അവളെ സംരക്ഷിക്കണം. എന്നിരുന്നാലും ഇതുപോലുള്ള അനിയത്തിമാർക്ക് ഇതൊരു പാഠമാണ് കേട്ടോ. എത്ര ചക്കരെ പൊന്നെ തേനെ വിളിച്ചു കൊണ്ടുവന്ന ചേട്ടന്മാരും ഒന്നല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ദിവസത്തെ അവസാനിച്ചു, ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1 വർഷം കാണും, പിന്നെ അത് കഴിയുമ്പോൾ ഇത് ഉപേക്ഷിക്കും. ഇത്രയും കാര്യം ചിന്തിച്ച് മുന്നോട്ട് പോകണം. കാര്യം ആ ചേച്ചി എന്ന് പറയുന്ന അവരുടെ കുഞ്ഞുങ്ങളും അനുഭവിച്ച കണ്ണുനീരിൻ്റെ വില എന്തായാലും അവൾക്ക് ശാപം കിട്ടാതിരിക്കുമോ? കിട്ടാതിരിക്കില്ല. എന്നാൽ ഇവളുടെ ആ ഒരു ഡയലോഗുകൾ കേൾക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പിടിച്ചൊന്നും വെച്ചിട്ടില്ല ചേട്ടനെ, ഞാൻ തരും ചേട്ടനെ. ചേച്ചിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാൽ ഞാൻ തരും ചേട്ടനെ. കാര്യം എൻ്റെ ഔദാര്യമാണ് കേട്ടോ ചേട്ടനെ കാണിക്കുന്നത്. ആ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ ഭഗവാൻ. പിന്നെ പറയുന്ന എന്തായിരുന്നു, എൻ്റെ ശമ്പളം സാലറിയൊക്കെ ഭയങ്കര കേട്ടോ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥ. സാലറി കിട്ടിയിട്ട് ഒളിച്ചോടാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ സാലറി കിട്ടിയോണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇത്രയും ലേറ്റായി ഞങ്ങൾ സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതുകൊണ്ടാണ്. എന്തായാലും സാലറി മേടിച്ച് ചേട്ടൻ്റെ കൂടെ പോയി, ചേട്ടനോടെ കണ്ട് കറങ്ങി തിരിച്ചെത്തി. ഇനിയിപ്പോൾ ചേച്ചി എങ്ങോട്ട് പോവും? ചേച്ചി ആരും കയറ്റും? ഇനി ചേച്ചിയുടെ വീട്ടിൽ കയറ്റുമോ? ചേച്ചിയുടെ വീട്ടിൽ പോട്ടെ, നിന്നെ അറിയാൻ ഏതെങ്കിലും വീട്ടിൽ കയറ്റുമോ? എങ്ങനെ വിശ്വസിച്ച് കയറ്റും നിന്നെ? അച്ഛനായിട്ട് കാണേണ്ട ചേട്ടൻ അല്ലെങ്കിൽ സഹോദരനായിട്ട് കാണേണ്ട ചേട്ടനിൽ ഈ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിച്ച നീന്നെ പിന്നെ എങ്ങനെ വിശ്വസിക്കും? പോട്ടെ, അതൊക്കെ നിങ്ങളുടെ പാടായി. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് ക്ലൈമാക്സ് എത്തി. പക്ഷെ നമ്മൾ മുന്നേ ഇത്രയും പെട്ടെന്നല്ല പ്രതീക്ഷിച്ചത്, കുറച്ച് നാളൊന്ന് ഗ്യാപ്പ് പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഹണിമൂണൊക്കെ കഴിയുന്നതുവരെയൊക്കെ ഇത് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും അവിടെ വരെ ഒന്നും എത്തിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സിനിമയുടെ തുടക്കം ഒടുക്കം ഒരുമിച്ചായിപ്പോയി. അതിനെന്താ കാരണമെന്ന് അറിയാൻ വയ്യ. ഇനി പ്രേമിച്ചപ്പോൾ കണ്ട ചേട്ടനല്ലേ ഇനി ജീവിതത്തിലോട്ട് ഒന്നിച്ചപ്പോൾ കണ്ടതെന്നോ, അതോ ഇനി സാലറി തീർന്നപ്പോൾ ചേട്ടന് പൈസ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ കളഞ്ഞിട്ട് പോയാണോ എന്തോ. എന്തായാലും ചേട്ടൻ പറ്റിച്ചു, ചേട്ടൻ മുങ്ങി. അതാണ് എല്ലാവരുടെയും ട്രോള്. ചേച്ചിയെ എങ്ങനെയാണോ പറ്റിച്ചത് അതുപോലെ അനിയത്തിയെ പറ്റിച്ചു. ഇതിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനിയെങ്കിലും ഇതുപോലുള്ള അനിയത്തിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. എന്തിരുന്നാലും ഇങ്ങനെ തുടക്കം അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഭയങ്കര അഹങ്കാരത്തിൽ വന്നിട്ട് ലൈവ് ഇട്ടതാ. ഇനി പുതിയൊരു ലൈവ് ഇട്, ചേട്ടൻ എന്നെ പറ്റിച്ചിട്ട് പോയി ചീറ്റ് ചെയ്തിട്ട് പോയെന്ന്. എന്തായാലും ഭയങ്കര രസമായിരുന്നു. എന്തായാലും റിയാക്ഷൻ വീഡിയോസ് നല്ലപോലെ മുന്നോട്ട് പോകുന്നവർക്ക് നല്ലൊരു ചാകരയായിരുന്നു. ഒരുപാട് വ്യൂസ് കിട്ടാനൊക്കെ ഒരുപാട് സഹായിച്ചു എന്തായാലും അനിയത്തി.
അല്ല അനിയത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി അടുത്ത ചേട്ടനെ കണ്ടുപിടിക്കുന്നത് വരെ ഒരു ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പ് കഴിഞ്ഞ് പുതിയൊരു ചേട്ടനെ കണ്ടുപിടിച്ച് ഞങ്ങൾ പുതിയൊരു ഓട്ടോയിലിരുന്ന് പുതിയൊരു ലൈവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലൈവിൻ്റെ പരിസമാപ്തി ഇങ്ങനെ ആയിക്കരുതേ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.